കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർക്കെതിരായ നടപടിയെ കുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു. ഡോക്ടർ തന്നെ തെറ്റേറ്റു പറഞ്ഞെന്നും KGMCTയെ ഡോക്ടറെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. തെറ്റുപറ്റിയത് ഡോക്ടർ ആദ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഗുരുതര വീഴ്ച പുറത്തറിഞ്ഞതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. നമ്മൾ കയ്യിൻ്റെ വിരൽ കട്ട് ചെയ്യാൻ പോയിന്, ഒരു നാവിൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ടാണ് വന്നത്. ചോര വരുമ്പോൾ അറിഞ്ഞത് നാവാണ് കട്ട് ചെയ്തത്. സംസാരിക്കലൊക്കെ ഉണ്ട്, സംസാരിക്കുമ്പോൾ നാവിൻ്റെ അവിടെ ഒരു വേദന ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഒറ്റ കുട്ടിയേക്കും ആർക്കും ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം സംഭവിക്കരുതല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഡോക്ടറെ അടുത്ത് വന്ന വീഴ്ചയാണ്, അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം ഡോക്ടർക്ക് ഇനി പറ്റരുത്, അതേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണ്, ഇവരെ സമ്മതം ഇല്ലാതെ ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഡോക്ടർ കുടുംബത്തോട് മാപ്പ് പറഞ്ഞെന്ന് കുടുംബക്കാർ പറയുന്നു. അതേസമയം KGMCTയെ പറയുന്നു അത് ഡോക്ടർ ചെയ്തൊരു ഔദാര്യമാണ്. വിരലും ശസ്ത്രക്രിയ ചെയ്യാൻ പോയപ്പോൾ നാക്കിനടിയിൽ എന്തോ പ്രശ്നം കണ്ടു, അതുകൊണ്ട് അവിടെ ശസ്ത്രക്രിയ ചെയ്തു. ഒറ്റ ചോദ്യമുള്ളൂ KGMCTയെ, ഒരു സർജറിയോ ഒരു ഓപ്പറേഷനോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്യേണ്ട ആളുകളുടെ സ്റ്റാൻഡ് ബൈയുടെ കൺസെൻറ്റും അനുവാദമൊന്നും വേണ്ടേ? അതോ കേരളം അങ്ങനെയൊക്കെ മാറിയോ? എന്ത് ഡയലോഗാണ് നിങ്ങൾ അടിക്കുന്നത്? ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 34 സെക്കൻഡും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടറെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം ഇന്നലെ കേസെടുത്തിരുന്നു. കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. KGMCTയെ ഇന്നലെ വൈകുന്നേരം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. വളരെ ദീർഘമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന കണ്ടാത്തൊന്നും ഒരു അനുമതിയും കൂടാതെ ആളുകൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർക്ക് അധികാരമുണ്ട് എന്ന രീതിയിലാണ്. ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കൊള്ളാം, പക്ഷേ സത്യത്തെ മറച്ചു പിടിക്കുന്ന ശ്രമമാണോ അതെന്നാണ് എൻ്റെ ചോദ്യം. ദീപക്, താങ്കളുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇതിൽ KGMCTയെ പറയുന്നത്, KGMCTയെ ഒരു ഡോക്ടേഴ്സ് സംഘടന എന്നുള്ള നിലയിൽ ഡോക്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വാദഗതികൾ മാത്രം നിരത്തിയുള്ള പ്രസ്താവനയാണ്. SKN പറഞ്ഞതുപോലെ ആ ഒരു വലിയ പ്രസ്താവന വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറേ സംശയങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോക്ടർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിൽ നേരത്തെ SKN ഓർക്കുന്നുണ്ടാവും, 24 തന്നെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയായിരുന്നു അർഷീനയുടെ കേസിലും വളരെ വൈകി ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കമ്മിറ്റികൾ വയ്ക്കുന്നു. ഡോക്ടേഴ്സിൻ്റെ കമ്മിറ്റികൾ ആരെന്ന് കണ്ടെത്താനാകുന്നില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് നടന്നു എന്ന് കണ്ടെത്തുകയും പിന്നീട് അത് പോലീസ് അന്വേഷണത്തിലൂടെ ഫിക്സ് ചെയ്ത് നടപടിയിലേക്ക് കടന്നു. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സംഭവിച്ചത്. ഈ കുഞ്ഞിൻ്റെ 6ാം വിരൽ മുറിച്ചു മാറ്റാനുള്ള ശസ്ത്രക്രിയക്കാണ് അവിടെ ചെന്നത്. പക്ഷേ എന്നാൽ ആ കുട്ടിയുടെ നാക്കിനടിയിലുള്ള വെള്ളി മാറ്റാനുള്ള ശസ്ത്രക്രിയ നടത്തുന്നു. ഇത് ഡോക്ടർ സതുദ്ദേശപരമായി ചെയ്തതാണെങ്കിൽ പോലും അതിൽ നിയമപരമായ തെറ്റുണ്ട് SKN. കാരണം ഒരു ശസ്ത്രക്രിയയ്ക്ക് മുൻപ്, പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ ആകുമ്പോൾ രക്ഷിതാക്കളുടെ അനുമതിയോടെ വേണം ചെയ്യാൻ. ഇത് രക്ഷിതാക്കളുടെ അനുമതി ഇല്ലാതെയാണ്, നാവിൻ്റെ വെള്ളി മാറ്റാൻ വേണ്ടിയാണ്, ഒരു ഔദാര്യമാണ്, ഒരു സഹായമാണ് എന്നോണം ചെയ്തത്. ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ കുട്ടിയുടെ നാവിന്, അതായത് ഡോക്ടർ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം, ഈ കുട്ടി കൈയുടെ ശസ്ത്രക്രിയയ്ക്ക് അവിടെ ചെന്നപ്പോൾ കരഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ നാവിനടിയിലെ വെള്ളി കെട്ടുണ്ട് എന്ന് മനസ്സിലായി. വളരെ മൈനറായ സർജറിയാണ്, അത് ഡോക്ടർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ഡോക്ടറെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാണ് എന്നുള്ളതൊക്കെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ബൈസ്റ്റാൻഡേഴ്സിന് നൽകേണ്ട പരിരക്ഷയുണ്ട്. ആ പരിരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ് അവരെ അറിയിക്കുക, അവരുടെ അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ KGMCTയെ അല്ല, IMA അല്ല, ആരൊക്കെ നിരത്തിക്കഴിഞ്ഞാലും ഇതിൽ ഡോക്ടറുടെ ഭാഗത്ത് പ്രാഥമികമായി വന്ന പിഴവ് ബൈസ്റ്റാൻഡറെ അറിയിക്കാതെ, രോഗിയെ അറിയിക്കാതെ ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ന്യായീകരണങ്ങൾ അനവധി ഉണ്ടാകാം SKN. ഈ കാര്യത്തിൽ നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ ഡോക്ടർ ഇൻറ്റൻഷ്യലി ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ കുടുംബത്തിൻ്റെ സംശയം ആളുമാറി ശസ്ത്രക്രിയ ചെയ്തതാണോ എന്നുള്ളതാണ്. അതായത് നാവിൻ്റെ വെള്ളിക്ക് മറ്റൊരു കുട്ടി അവിടെ എത്തിയപ്പോൾ ആ കുട്ടിയെ മാറി ഈ കുട്ടിക്ക് ചെയ്തു പോയതാണോ എന്നുള്ള സംശയമാണ് ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്ന ആശങ്ക. ഏതായാലും SKN പോലീസ് കേസെടുത്തു, പോലീസ് ഇന്ന് മൊഴിയെടുക്കും. പോലീസ് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ കുറ്റമാണത്, ബെയിലബിൾ ഒഫൻസ് ആണത്. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര വകുപ്പ് എന്നാണ്, പോലീസ് എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം. എന്തായാലും സത്യം പോലീസ് കണ്ടെത്തട്ടെ. നമ്മൾ അതിനകത്തൊരു വിധി പ്രഖ്യാപനം നടത്തുന്നില്ല.